കുറേ പേര് ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ സോഷ്യൽ മീഡിയകളിലൊക്കെ പലരും സ്റ്റാറ്റസ് ഇടുന്നത് കണ്ടു. പ്രേ ഫോർ വയനാട് എന്ന് പറഞ്ഞിട്ട്. ദയവ് ഇത് വയനാടിന് വേണ്ടി ആരും പ്രാർത്ഥിക്കരുത്. ഒരു ചെറുവിരൽ അനക്കി ഒരു സഹായം ഒരാൾക്ക് ചെയ്യാൻ കഴിയാത്തവരാണ് പ്രാർത്ഥിക്കാൻ നിൽക്കുന്നത്. വെറുതെ പ്രാർത്ഥിച്ചിട്ട് ഉറങ്ങിക്കിടക്കുന്ന ദൈവത്തിനെ ഉണർത്തണ്ട. പുള്ളിക്കാരൻ തണുപ്പടിച്ച്, മഴയൊക്കെയല്ലേ, തണുപ്പടിച്ച് കിടന്ന് ഉറങ്ങുന്നുണ്ടാവും. പുള്ളിയെ വെറുതെ ഡിസ്റ്റർബ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. എങ്ങനെയാണ് ഉരുൾപൊട്ടൽ ഉണ്ടാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പുറകിൽ വലിയ റോക്കറ്റ് സയൻസ് ഒന്നുമില്ല. പെട്ടെന്ന് ഉണ്ടാവുന്ന അതിശക്തമായ മഴ. അങ്ങനെ മഴ പെയ്യുമ്പോൾ വളരെയധികം കുത്തനെയുള്ള കുന്നുകൾ, മലഞ്ചെരിവുകൾ, അവിടുന്ന് പെട്ടെന്ന് മണ്ണ് ഫ്രിക്ഷൻ കുറയുന്നത് കൊണ്ട്, ഫ്രിക്ഷൻ കുറയാന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണ് കുതിർന്ന് ആ മണ്ണ് പെട്ടെന്ന് ഒലിച്ചു പോകുന്നതിനെയാണ് ഈ മണ്ണിടിച്ചൽ, ഉരുൾപൊട്ടൽ എന്നൊക്കെ പറയുന്നത്. ഇംഗ്ലീഷിൽ ലാൻഡ് സ്ലൈഡ് എന്നാണ് പറയുക. സ്ലൈഡായി പോവുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഉരുൾപൊട്ടലുണ്ടായി. വലിയൊരു ദുരന്തമാണ് വയനാട്ടിൽ സംഭവിച്ചത്. പക്ഷേ കഴിഞ്ഞ ദിവസം മാത്രം 100 കണക്കിന് സ്ഥലങ്ങളിൽ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട് കേരളത്തിൽ തന്നെ. അത് ഒരുപക്ഷെ നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. കാരണം അതൊക്കെ വനത്തിൻ്റെ ഉള്ളിലൊക്കെ സംഭവിക്കുന്നത് കൊണ്ടായിരിക്കും. പലതും അങ്ങനെയാണ് സംഭവിക്കുന്നത്. പക്ഷേ ആൾതാമസമുള്ള സ്ഥലത്ത് ഇങ്ങനെ സംഭവിച്ചപ്പോൾ അത് വലിയൊരു ദുരന്തമായി മാറി. ഈ ഉരുൾപൊട്ടൽ ഉണ്ടാകാൻ ചില കാരണങ്ങളുണ്ട്. ഈ കുത്തനെ നിൽക്കുന്ന മണ്ണ് എങ്ങനെയാണ് ഒലിച്ചു പോകുന്നതെന്ന് വെച്ചാൽ വനനശീകരണം ഒരു കാരണമായിട്ട് പറയുന്നുണ്ട്. മരങ്ങളില്ലാതെയാവുന്ന സമയത്ത് മരങ്ങൾ വെട്ടിമുറിച്ച് കളയുമ്പോൾ അതിൻ്റെ റൂട്ട്, വേരുകൾ ആ മണ്ണിലുണ്ടാവും, കുറച്ച് നാളത്തേക്ക് ഉണ്ടാവും. അത് കഴിഞ്ഞ് ആ വേരുകളൊക്കെ ഉണങ്ങിപ്പോയി കഴിയുമ്പോൾ നല്ല ശക്തമായ മഴ പെയ്യുന്ന സമയത്ത് മണ്ണ് കുതിർന്ന് നിൽക്കും. അപ്പോൾ ഈ മണ്ണിന് അവിടെ ഉറച്ചു നിൽക്കാനുള്ള ഒരു ഗ്രിപ്പ് ഉണ്ടാവില്ല. വേരുകളാണ് മണ്ണിനെ അവിടെ പിടിച്ചു നിർത്തുന്നത്. അപ്പോൾ വേരുകളുടെ അഭാവം അല്ലെങ്കിൽ മരങ്ങളുടെ കുറവ് ഒരു റീസണാണ്. പിന്നെ വേറൊരു കാരണം എന്ന് പറയുന്നത് ഭൂമി കുലുക്കം ഉണ്ടാകുമ്പോൾ ഉരുൾപൊട്ടലുകൾ ഉണ്ടാകും എന്നുള്ളത് മറ്റൊരു റീസണാണ്. ഭൂമി ഷേക്കാവുന്ന സമയത്ത് ഇതുപോലെ സംഭവിക്കാറുണ്ട്. പിന്നെ വേറൊരു റീസൺ എന്തെന്ന് വെച്ചാൽ വലിയ വലിയ കോറികൾ, ഈ കോറികളിൽ നമ്മൾ അത് പാറ പൊട്ടിക്കുന്ന സമയത്ത് അതിൻ്റെ പ്രകമ്പനം മലയെ ബാധിക്കും. അങ്ങനെ ഉണ്ടാവാറുണ്ട്. ഇങ്ങനെ ആൾതാമസമുള്ളവിടെ സംഭവിച്ചപ്പോൾ അത് നമുക്കെല്ലാവർക്കും വലിയ ദുഃഖമായി മാറി. ഒരുപാട് ആളുകൾ മരിച്ചുപോയി. 230 ആളിൽ കൂടുതൽ ഇപ്പോൾ മരിച്ചു എന്ന് വാർത്തയിൽ കാണുന്നുണ്ട്. അതുപോലെ അവരുടെ വീട്, അവരുടെ സ്വത്ത്, അവരുടെ കൃഷിസ്ഥലം, ആടുമാടുകൾ, സുഹൃത്തുക്കൾ എല്ലാം നഷ്ടപ്പെട്ടു. നമ്മൾ വാർത്ത കാണുന്നതാണ്. നമുക്കിത് വാർത്തയാണ്, പക്ഷെ അവർക്ക് അങ്ങനെയല്ല. ഉരുൾപൊട്ടലിനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അതിന് ശാസ്ത്രീയമായിട്ടൊരു വഴിയുണ്ട്. ഉരുൾപൊട്ടാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ എക്സ്പേർട്ടുകളൊക്കെ പറയുന്നതാണ് മുള നട്ടുപിടിപ്പിച്ച് കഴിഞ്ഞാൽ, ഒരുപാട് മുള നട്ടുപിടിപ്പിച്ച് കഴിഞ്ഞാൽ ഉരുൾപൊട്ടലിനെ തടയാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. കാരണം മുളയുടെ വേരുകൾ ഒരുപാട് ആഴത്തിലേക്ക് മണ്ണിലേക്ക് പോകുന്നതാണ്. അപ്പോൾ അത് ഈ ഉരുൾപൊട്ടൽ ഉണ്ടാവാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ വളരെയധികം ഇങ്ങനെ വ്യാപകമായിട്ട് കൃഷി ചെയ്യുകയാണെങ്കിൽ ഉരുൾപൊട്ടലിന് തടയാൻ സാധിക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. കോറികളിൽ പാറ പൊട്ടിക്കുന്ന ഒരു പരിപാടി നമ്മൾ ചെയ്യാറുണ്ട്. അങ്ങനെ പാറ പൊട്ടിക്കാതിരിക്കുകയാണെങ്കിൽ ഉരുൾപൊട്ടലുകൾ ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. ഇപ്പം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കേരളത്തിൻ്റെ അകത്തുനിന്നും പുറത്തുനിന്നും പല ആളുകളും ലക്ഷക്കണക്കിന് രൂപ അല്ലെങ്കിൽ കോടിക്കണക്കിന് രൂപ ഡൊണേഷൻ കൊടുക്കുന്നുണ്ട്. ഈ പൈസയൊക്കെ കൃത്യമായിട്ട് അർഹതപ്പെട്ട ആളുകളുടെ കയ്യിലേക്ക് എത്തണമെന്നേ എനിക്ക് ആഗ്രഹമുള്ളൂ. എത്തിയാൽ മതിയായിരുന്നു. നഷ്ടപ്പെട്ട ജീവനുകൾക്ക് പണം ഒരു പരിഹാരമൊന്നുമല്ല. എങ്കിലും തുടർന്ന് അവർക്ക് ജീവിക്കാൻ, അവർക്ക് ഒരു താങ്ങാവാൻ ഈ സാമ്പത്തികമായിട്ടുള്ളൊരു സഹായം വളരെ വളരെ ആവശ്യമാണ്. എല്ലാം നഷ്ടപ്പെട്ടു പോയ ആളുകളാണ് അവിടെയുള്ളവർ. എല്ലാം നഷ്ടപ്പെട്ടു പോയി.